മുതലും പോയി, നമുക്ക് മാനഹാനി, നാണക്കേട്, അവഗണന വേറെ. ഞങ്ങളുടെ സ്വർണവും പണവും മോഷ്ടിച്ച് ഞങ്ങളെ തന്നെ കള്ളന്മാരാക്കുന്നുവെന്നും മലപ്പുറം വളാഞ്ചേരി പാണ്ഡികശാല സ്വദേശിനി സരസ്വതിയും ഭർത്താവ് സുകുമാരനും മകൻ അർജുനനും പറയുന്നു. വെള്ളിയാഴ്ച 20-ാം തീയതി വെള്ളിയാഴ്ച 1:30 എൻ്റെ മോനാണ് 25,000 രൂപ ഞാൻ മറ്റൊരാൾക്ക് കടം കൊടുക്കാനുണ്ട്. ഈ അലമാരയിൽ നിന്ന്, ഈ ബ്രീഫിൽ നിന്നും 25,000 രൂപ ഞാൻ എടുത്തിട്ട് മോൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് മോനോട് ഞാൻ പറഞ്ഞു, എത്ര ഉണ്ട് ഇത്? അച്ഛതിൽ 25,000 രൂപ ഉണ്ട്, അത് നമ്മൾ കിടക്കുന്ന അലമാരയിൽ കൊണ്ടുവയ്ക്കുന്നു. ബാക്കി 75,000 രൂപയും ഈ ആഭരണങ്ങളും എല്ലാം 20-ാം തീയതി രാത്രി 10 മണി വരെ ആ ബ്രീഫ് എല്ലാം അതിനകത്തിരിക്കുന്നു. എൻ്റെ ഭാര്യ അതിലുള്ള ഡ്രസ്സുകളെല്ലാം അതിൽ തന്നെ വെക്കാറ്, അലമാരയിൽ മറ്റേ അറയിലാണ് വെക്കാറ്. അതെല്ലാം കൊണ്ടുവച്ചു. അത് കഴിഞ്ഞതിന് ശേഷം 10 മണിക്ക് ഞാനും ഭാര്യയും ഒരുമിച്ചാണ് കിടക്കുന്നത്. മോന് മുകളിലെ റൂമിലാണ് കിടക്കുന്നത്. മോന് പിന്നീട് പിറ്റേ ദിവസം 10:30-ക്കാണ് ഞങ്ങൾ ഈ സാറുമാരെല്ലാം വന്നതിന് ശേഷം സാറ് വിളിച്ചപ്പോഴാണ് അവൻ എണീറ്റ് വരുന്നത്. മാനഹാനിയും ഇപ്പോൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുമാണ്. വീട്ടിൽ നിന്നും 7.5 പവൻ സ്വർണവും 75,000 രൂപയും മോഷണം പോയതിനു പിന്നാലെ പോലീസിൽ പരാതിപ്പെട്ടിട്ടും അന്വേഷണം കാര്യക്ഷമമല്ല. ഇപ്പോൾ എന്നെയും എൻ്റെ മകനെയും കള്ളന്മാരാക്കുന്ന രീതിയിലാണ് ഒരു വിഭാഗം നാട്ടുകാർ പ്രചരണം നടത്തുന്നതെന്നും സരസ്വതി പറഞ്ഞു. ഇത്തരത്തിലുള്ള മാനഹാനി ഭയന്ന് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. 2023 ഒക്ടോബർ 21-നാണ് ഇവരുടെ വീട്ടിൽ നിന്നും സ്വർണവും പണവും മോഷണം പോയത്. അന്നേ ദിവസം തന്നെ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും ഉൾപ്പെടെ സ്ഥലത്ത് വന്ന് പരിശോധന നടത്തി. പോലീസ് നായ മണം പിടിച്ച് അയൽവാസിയുടെ വിറകുപുരയിലും വീടിൻ്റെ ഉമ്മറത്തും ചെന്ന ശേഷം തിരിച്ച് പോലീസ് വാഹനത്തിൽ കയറുകയായിരുന്നു. പ്രതികളെ ഇതുവരെ കണ്ടെത്താനാകാത്തതിനാൽ തങ്ങളുടെ വീട്ടുകാർ തന്നെ മോഷണം നടത്തിയതാണെന്ന രീതിയിൽ ഒരു വിഭാഗം ആളുകൾ കുപ്രചരണം നടത്തുകയാണ്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും വീട്ടുകാർ പറയുന്നു. ചാവി അതിന്റെ മുകളിൽ, അലമാര ലോക്ക് ചെയ്തിട്ട് ചാവി അതിന്റെ മുകളിൽ, ബ്രീഫ് കേസിന്റെ മുകളിൽ നമ്പർ ലോക്ക് എനിക്ക് മാത്രമേ അറിയൂ. എന്റെ ഭാര്യക്ക് അറിയില്ല, എന്റെ മോനറിയില്ല. സാധാരണ ഇവര് ഡോറ് തുറന്നിട്ടിട്ട് രാവിലെ ഡോറ് തുറന്നിട്ടിട്ടായിരിക്കില്ലേ, അങ്ങനെ ഡോറ് തുറന്നിട്ടിട്ട് പിന്നെ കുളിക്കാൻ പോവുകയുണ്ടായി. കുളിച്ച് പോകുന്ന വഴിയില് അപ്പൊ ബ്രീഫ് ശ്രദ്ധപ്പെട്ടിട്ടില്ല. അപ്പൊ ആ ബ്രീഫ് അവിടെ ഇല്ല. അദ്ദേഹം കാലിന്റെ സർജറി കഴിഞ്ഞിട്ട്, ട്രീറ്റ്മെന്റിന്റെ പ്രശ്നമായിട്ട് സർജറി കഴിഞ്ഞിട്ട് അകത്ത് കിടക്കുകയാണ്. അപ്പൊ ഈ ഡോറ് തുറന്നിട്ട് ഇരിക്കുന്ന ഈ അവസ്ഥയും പിന്നെ ഇവര് അവിടെ ഇല്ലാത്ത അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് ഇത് സംഭവം. വേറെ യാതൊരുവിധ മോഷണത്തിന്റെ യാതൊരു ലക്ഷണങ്ങളും ഇല്ല. ഈ വാതിൽ തുറന്നിട്ട് കൊണ്ട് ഉമ്മറത്ത് കൂടെ തന്നെ കൊടുത്തതാണ്. ഇതൊക്കെ അന്വേഷണം ഉമ്മറത്തും ബാക്ക് ആ ഡോഗ് ശരിക്കും അതിന്റെ വഴി കാണിച്ചു തന്നെയാണ്. സാഹചര്യം മനസ്സിലാക്കിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭാഗത്തുനിന്ന് അത്രയും നന്നായിട്ട് പരിചയമുള്ള ഒരാളാണ് എന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. പുറത്തുനിന്ന് ജനങ്ങളാണ് പലരും ഒരാള് മാത്രമല്ല. ഞങ്ങളെ വീട്ടില് ഒരു വാതിലൊന്നും കുത്തി തുറന്നതായിട്ടൊന്നുമില്ല. അതായത് കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ ഈ എടുത്തിട്ട് പിന്നീട് അന്വേഷണം വരുന്നത് കണ്ടപ്പോ ആ സാധനം തിരിച്ചു കൊടുത്ത് വേറൊരു തരത്തിലുള്ള കേസ് സെറ്റിലാക്കുക എന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായി. പോരാത്തതിന് ഇദ്ദേഹത്തിന്റെ ഇളയ മകനാണ്, മൂത്തൊരു മകൻ ഉണ്ടായിരുന്നു, +2 പഠിക്കുമ്പോൾ ആക്സിഡന്റായി മരിച്ചു 2017. അപ്പോ ഇദ്ദേഹം ഹണി ട്രാപ്പ് പെട്ടിട്ട് പൈസ ഇല്ലാത്ത കൊണ്ട് സ്വന്തം വീട്ടിൽ നിന്ന് കളവ് നടത്തി എന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങൾ നടന്നു.
ഇതെന്റെ ചെറിയമ്മയാണ്. ചെറിയമ്മയുടെ കാമുകന് കൊടുത്തു എന്ന തരത്തിലുള്ള പ്രചരണമൊക്കെ ഉണ്ടാവുമ്പോ ആ വളരെ മോശപ്പെട്ട ശരിക്കും പറഞ്ഞാൽ വഞ്ചിക്കപ്പെട്ടു, പിന്നെ അപ്പോ അവഗണിക്കപ്പെട്ടു. ഞങ്ങള് നിവൃത്തികേട് കൊണ്ടാണ് നിങ്ങളെ മുമ്പിൽ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഞങ്ങൾക്ക് നീതി കിട്ടണം. എടുത്തതാരായാലും ഇദ്ദേഹം പറയുന്ന കുടുംബത്തിലെ സ്വന്തം മകനാകട്ടെ ഭാര്യ ആകട്ടെ ആരെടുത്താലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്നുള്ള അത്രയും ശക്തമായിട്ടാണ് ഇദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഇപ്പൊ വിരലടയാളം വന്നിട്ടുണ്ട്, ഡോഗ് സ്ക്വാഡ് വന്നിട്ടുണ്ട്. അതിലൊന്നും അന്വേഷണത്തിനൊന്നും ഒരു വിരലാണ് ഞങ്ങൾക്ക് അറിയാൻ പറ്റിയത്. സമൂഹത്തില് നമ്മളൊരു ആത്മഹത്യയുടെ വക്കിലേക്ക് പോകുന്ന നല്ല രൂപത്തിൽ അത് ഇടപെടുന്നുണ്ടോന്ന് സംശയത്തേക്ക് രൂപത്തിലാണ് നമ്മൾ വിഷയങ്ങൾ വന്നിട്ടുള്ളത്. പോലീസിന്റെ അതിന് അവർ ആദ്യമായിട്ട് ഇടപെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് നമുക്ക് അതിന്റെ യാതൊരു അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു വിവരം കിട്ടുന്നില്ല. കിട്ടാത്തതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വീണ്ടും അന്വേഷിക്കാൻ ചെല്ലുന്നത്. അങ്ങനെ അന്വേഷിക്കാൻ ചെന്നപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ 10-41 പേരെ അന്വേഷിച്ച് അതിന്റെ ഒരു ഡാറ്റ ഞങ്ങൾ കൈവശമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് നിങ്ങൾ ആവുന്നതും ഒപ്പിട്ട് തരണം എന്നുള്ള രൂപത്തിൽ അനിയനോട് സംസാരിക്കുന്നുണ്ടായി. അപ്പോ അനിയനത് പറഞ്ഞത് നമ്മളെ കേസിന്റെ ഒരു വഴിത്തിരിവാകുമ്പോൾ നമ്മളെന്ത് ഒപ്പിടുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ പറഞ്ഞപ്പോ സാറുമാര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഒപ്പിട്ട് ഞങ്ങൾ രജിസ്റ്റേർഡ് ആയിട്ട് അയക്കും, അപ്പോ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ രജിസ്റ്റേർഡ് വന്നപ്പോ അത് ഒപ്പിട്ടിട്ടില്ല. കാര്യങ്ങൾ ഇത്ര എളുപ്പം എത്തി നിൽക്കുന്നത്. പക്ഷെ നമുക്കിപ്പോഴും നീതി അപ്പുറത്താണ് കിടക്കുന്നത്. അത് നീതി കിട്ടത്തക്ക രൂപത്തിൽ നിങ്ങൾ മീഡിയാസ് ഇതിനെ സമൂഹത്തിൽ നമുക്ക് ഒരാൾക്കും ഇത്തരം ഉള്ള രൂപത്തിലൊരു കാര്യം നമ്മൾ സമൂഹത്തിൽ ഇത്തരം ദുഷ്പ്രവണതകൾക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അതാണ് നമുക്ക് പറയുന്നത്. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് നല്ല രൂപത്തിൽ അന്വേഷിക്കുകയും അത് നിയമത്തിന് മുന്നിൽ അതിനെ കൊണ്ടുവരണം ചെയ്യണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഇവിടെ മീഡിയാസിന് പറയാനുള്ളത്. ഈ ഡോഗ് സ്ക്വാഡ് വന്നതിന് ശേഷം പലരും പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ആ ഡോഗ് വന്നിട്ടുള്ള അവിടെ നിന്നുള്ള കോഴിയുടെ പാർട്സും മീൻ്റെ മുള്ളൊക്കെ കഴിക്കാൻ വേണ്ടിയാണ് ആ ഡോഗ് വന്നത്, അല്ലാതെ വേറെ ഒന്നിനല്ല വന്നിട്ട്. ഇതേപോലെ പല ദുഷ്പ്രചരണങ്ങളും നടത്തി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ദുഷ്പ്രചരണം നടത്തുകയാണ്. കാരണം അവർ മോഷ്ടിച്ചു, എൻ്റെ മോന് മോഷ്ടിച്ചു, എൻ്റെ ഭാര്യ ആഭരണം എടുത്തു, എൻ്റെ ഭാര്യ വീട്ടുകാർ ആഭരണം എടുത്തു എന്ന രീതിയിലുള്ള വളരെ വേദനിക്കുന്ന ഒരവസ്ഥയിലായി ഞങ്ങൾ. കാരണം ഞങ്ങളുടെ ജീവിതം തന്നെ അവസാനിക്കേണ്ട ഒരു അവസ്ഥയിൽ വന്നു ഞങ്ങൾ. കാരണം ആ വീടടക്കം എങ്ങനെയാലും വിറ്റ് ഒഴിവാക്കി പുറത്തു പോകണം എന്നുള്ളൊരു സാഹചര്യമാണ്. ഇത് ഞാൻ പറയുന്ന ഈ ഓരോ കാര്യങ്ങളിലും ശക്തമായ ഒരു നടപടി എടുക്കണം. ആരായാലും വെളിച്ചത്ത് കൊണ്ടുവരണം. ഇതിനുവേണ്ടി ഞാൻ പിന്നീട് 1-2 മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ഈ പരാതി ഈ അന്വേഷണത്തിന് വേണ്ടി ഞാനും എൻ്റെ ഭാര്യയും പോയി കഴിഞ്ഞതിന് ശേഷം സാറുമാർ പറഞ്ഞു യാതൊരു പുരോഗതി ഉണ്ടായിട്ടില്ല, അന്വേഷണം നടന്നു ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഒരു നീതി കിട്ടാത്തൊരവസ്ഥ വന്നപ്പോൾ ഞാൻ SP സാറിൻ്റെ അടുത്ത് വന്നു, മലപ്പുറം SP സാറിൻ്റെ ഓഫീസിൽ വന്ന് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ ശേഷം അതിൻ്റെ നടപടിയായിട്ട് ഞങ്ങൾ ആ പരാതി കൊടുത്ത പ്രകാരം സ്റ്റേഷനിൽ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു. അന്വേഷണം നടത്തും, നിങ്ങൾ പോയിക്കോളെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് 1 മാസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും യാതൊരു അന്വേഷണവും വളാഞ്ചേരി സ്റ്റേഷനിൽ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ 3 തവണ ഞങ്ങൾ SP സാറിൻ്റെ അടുത്ത് ചെന്നു. അതിൽ നിന്ന് ലാസ്റ്റ് SP സാറ് പറഞ്ഞിട്ടുള്ളത് സ്പെഷ്യൽ കോർട്ടിനെ നിയമിക്കുന്നതാണ് പറഞ്ഞത്. ആ അന്വേഷണം ഇതുവരെ ഒരു ഘട്ടത്തിലും എത്താതെ 1.5 മാസം കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ ഞങ്ങളൊന്ന് പോയി വളാഞ്ചേരി സ്റ്റേഷനിൽ, അന്ന് UD ആക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു അന്വേഷണം ഒന്നും അറിയാതെ ഞാൻ എന്തുകൊണ്ട് എങ്ങനെ അന്വേഷണം UD ആക്കണം, എനിക്ക് കഴിയില്ല, എനിക്കിതിൻ്റെ നടപടികൾ അറിയണം, അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് പറയാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. ഇത് വളരെ ഒരു വേദനാജനകമായിട്ടുള്ളൊരു അവസ്ഥ. അതിനുള്ളൊരു
നടപടി പോലീസുകാരുടെ ഭാഗത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് മേലധികാരികളിൽ നിന്നും ഉണ്ടായിരിക്കണമെന്ന് വിനീതമായ അപേക്ഷ. ജനങ്ങളാണ് ജനങ്ങൾ പുറത്തുനിന്ന് ജനങ്ങളാണ് പലരും പലരും പല ഒരാൾ അഭിപ്രായം. മാത്രമല്ല. ഞങ്ങള് വീട്ടില് ഒരു വാതിലൊന്നും കുത്തി തുറന്നതായിട്ടൊന്നുമില്ല. അതായത് കുടുംബത്തിലെ അംഗങ്ങളെ ഈ എടുത്തിട്ട് പിന്നീട് അന്വേഷണം വരുന്നത് കണ്ടപ്പോ ആ സാധനം തിരിച്ചു കൊടുത്ത് വേറൊരു തരത്തിലുള്ള കേസ് സെറ്റിലാക്കി